എല്ലാവർക്കും നമസ്കാരം. ഡ്രൈവേഴ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് കോയമ്പത്തൂരാണ്. ബാക്കിൽ കണ്ടില്ലേ നമ്മുടെ ആദിയോഗി ക്ഷേത്രമാണിത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാലേ കോയമ്പത്തൂരിൽ നിന്ന് പോണ്ടിച്ചേരി വരെ പോണ ഒരു യാത്രയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോണത്. നമ്പർ 1 എയറില്ലേ അതിലാണ് നമ്മൾ പോണത്. ഇവിടേക്ക് കണ്ട കംപ്ലീറ്റ് ഒരു കോവിഡ് പോലും ഒന്നുമില്ല. എന്താ തിരക്ക് നോക്കി. ജസ്റ്റ് ഒന്ന് തൊഴാച്ചിട്ട് വന്നതാ. അപ്പോൾ ഇവിടുന്ന് ഒരു രക്ഷയില്ലാത്ത തിരക്കാട്ടോ. ഇതാണ് ക്ഷേത്രം. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകണില്ല, അവിടെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ നമ്പർ 1 എയറിൻ്റെ ഓഫീസ് കേട്ടോ കോയമ്പത്തൂരുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവാണ്. ഇതാണ് നമ്മുടെ വണ്ടി നമ്പർ 1 എയർ. കോയമ്പത്തൂർ ഗംഭീര മഴയാട്ടോ. നമുക്ക് എപ്പോഴും മഴ കിട്ടും, അതെന്താണെന്ന് മനസ്സിലാവാത്ത. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി നമ്പർ 1 എയർ. വീര ബോഡിയാണ് കേട്ടോ. എന്തായാലും ഗംഭീരാണല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഓമിനി ബസ് സ്റ്റാൻഡിൻ്റെ പരിസരം. അവിടെ നിന്നാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ കൂടെ സൺലൈറ്റിനും കൂടി ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ നൈറ്റ് സർവീസ് വണ്ടികൾ ഇവിടെ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ തിരക്ക്, എന്താ മഴ. ആ കിടക്കുന്നത് A1 ട്രാവൽസ് ആണ് കേട്ടോ നമ്മുടെ വണ്ടി. ഇത് ആൾക്കാരിങ്ങനെ വന്നിട്ട് ഇട്ട് കുത്തുക. വീര ഒരു പ്രത്യേക ഒരു ബോഡി ആണല്ലേ, കാണാൻ നല്ല എയിമാണ് വീരയുടെ ബോഡിയൊക്കെ. നമുക്ക് വണ്ടി റിവ്യൂ ചെയ്യണ പരിപാടിയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിൽ നിന്ന് കാട്ടിന്ന് മാത്രം കേട്ടോ. വീരയുടെ ഒരു എംബ്ലം കണ്ട, ഒരു എംബ്ലം കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഭാരത് ബെൻസിൻ്റെ ഒരു എംബ്ലം ഇവിടെയും കാണാൻ പറ്റും. എന്തായാലും വണ്ടി ഒരു രക്ഷയില്ല. ആൾക്കാരൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വണ്ടിയിൽ. അതാണ് ഓഫീസ്. ജസ്റ്റ് ഇവിടെ നിന്ന് കാട്ടിത്തരാം കേട്ടോ. മഴ നല്ല പോലെ പെയ്യുന്നുണ്ട്, അതാണ് ആകെ സീനായി. ക്യാമറയിലേക്കൊക്കെ ആവുണ്ടേ മഴ പെയ്തിട്ട്. ഈ ഗ്രാഫിക്സ് ഒക്കെ ഗംഭീരമായിട്ടുണ്ടല്ലേ, ശരിക്കും ഒരു കിടു ഫീലാട്ടോ. അപ്പോൾ വണ്ടി ഉള്ളിലേക്ക് കയറാം. അപ്പം നമ്മളെ വണ്ടി ഉള്ളിൽ കയറിയൊക്കെയാണ് കേട്ടോ. പുറത്ത് നല്ല മഴയാണ്. എവിടെ പോയാലും നമുക്കിങ്ങനെ മഴ എന്താ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അറിയില്ല. ഇത് സ്ലീപ്പറാണ്, വീര ബോഡിയാണ്, ഭാരത് ബെൻസാണ്. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ TV നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ ഈസ്റ്റർ വെൻറ്റ്, പിന്നെ ഹാമർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ കിടക്കണ ആ ഒരു ഏരിയ കേട്ടോ. പിന്നെ ഇവിടെ ഒരു പുതപ്പ് കൊടുത്തിട്ടുണ്ട്, തലവണ കാണാം. എന്തായാലും വലിയ കുഴപ്പമില്ല. ഇതൊരു ലക്ഷറി പ്രീമിയം ഒന്നും പറയാൻ പറ്റില്ല, അതായത് ഭയങ്കര പ്രീമിയം കാറ്റഗറിയിലുള്ളൊരു വണ്ടിയല്ല, ഒരു സെമി പ്രീമിയം എന്ന് വേണമെങ്കിൽ പറയാം, അത്രയേ ഉള്ളൂ. എന്നിരുന്നാലും ഇതിൽ അത്യാവശ്യമുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓൺലൈൻ ഇതുപോലെ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഇൻഡിവിജ്വൽ TV ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ ഇതുപോലത്തെ ഒരു മെറ്റീരിയലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അടിയിൽ ഒരു കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട്. പിന്നെ സൈഡിൽ അപ്പുറ പുറത്തിലേക്ക് കയറാനായിട്ട് ഇവിടെ ഒരു കോണി കാണാൻ സാധിക്കും. ഇത്രയ്ക്കൊക്കെയാണ് നമ്മുടെ നമ്പർ 1 എയറിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ കേട്ടോ. വണ്ടി ഇവിടുന്ന് പുറപ്പെടാറായതിൻ്റെ ഏകദേശം പോണ്ടിച്ചേരിക്ക്. അപ്പോൾ പോണ വഴിയിൽ നമുക്ക് ബാക്കിയുള്ള കുറച്ചുകൂടി കാഴ്ചകൾ കണ്ടിട്ട് നോക്കാം.
അപ്പോൾ നമ്മൾ നമ്പർ 1 എയറിൻ്റെ ഡ്രൈവർ സീറ്റിൻ്റെ ക്യാബിൻ ഉണ്ടല്ലോ, ക്യാബിനിൽ വന്നിട്ട് ഇരിക്കുകയാണ്. കുറച്ച് നേരം നമ്മൾ വിഷ്വലി കാണിക്കാച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഭാരത് ബെൻസിൻ്റെ സൗണ്ടൊക്കെ നമുക്ക് കുറച്ച് അടുത്തിരുന്നിട്ട് കേൾക്കാം. ഒരുപാടൊന്നും ഞാനിങ്ങനെ വിഷ്വലി എടുത്ത് കൂടുന്നില്ല, കാരണം രാത്രിയല്ലേ. ഞാൻ കൂടുതൽ മ്യൂസിക് ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താ വെച്ചാൽ കുറേ ആൾക്കാർക്ക് ഇതിൻ്റെ സൗണ്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇനി വർത്താനധികം സംസാരം കുറച്ചിട്ട് ഞാൻ ക്യാമറ ഓണാക്കി വയ്ക്കുക. അതായിരിക്കും കുറച്ചൊരു നിങ്ങൾക്കായിട്ട് നല്ലത്. കാരണം വെച്ചാൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് മ്യൂസിക് ഇടുമ്പോൾ കൂടുതൽ എഞ്ചിൻ്റെ സൗണ്ട് കേൾപ്പിച്ചാൽ മതിയെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വിഷയം കാട്ടിത്തരാം. അപ്പോൾ നമ്മൾ പോണ്ടിച്ചേരിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കോയമ്പത്തൂരിൽ നിന്നായിരുന്നു നമ്മുടെ യാത്ര. പക്ഷെ എന്ത് സംഭവിച്ചു വെച്ചാൽ മഴ ഭയങ്കരമായിട്ട് നമുക്ക് തൊരടി കിട്ടി. നല്ല പോലെ മഴ പെയ്തു. മെഷീനിലും മുകളൊക്കെ ഉണ്ടല്ലേ, കംപ്ലീറ്റ് വെള്ളമാണ്. എൻ്റെ രസം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ യാത്രയൊക്കെ പകല് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഗംഭീരമായിരുന്നു. പക്ഷെ ഇതൊക്കെ നൈറ്റ് സർവീസ് വണ്ടികളെല്ലാം രാത്രിയല്ലേ കൂടെ. നല്ല ഗംഭീര ഹൈവേ.
இல்ல இல்ல இது பாண்டிச்சேரி போறதா? അങ്ങനെ നമ്മള് 6 മണിക്ക് പോണ്ടിച്ചേരി എത്തി കേട്ടോ. ഇതാണ് നമ്മുടെ പോണ്ടിച്ചേരി ടൗണ്. വണ്ടിയിൽ നിന്ന് ആൾക്കാരൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. ഉടൻ തന്നെ ഗംഭീര വീഡിയോ ആയിട്ട് വരാം. ഞാനിപ്പോൾ നിൽക്കുന്നത് പോണ്ടിച്ചേരിയിലാണ്. നമ്മുടെ കൺക്ലൂഷൻ പോണ്ടിച്ചേരി എന്താ പറയുക, കടലിൻ്റെ തീരത്തിരുന്ന് പറഞ്ഞ തോന്നി, അതുകൊണ്ടാണ് ഇവിടെ നിന്നിട്ട് പറഞ്ഞത് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ പോണ്ടിച്ചേരി കടൽ തീരം. എങ്ങനെയുണ്ട്? ഗംഭീരല്ലേ? ഈ ഇപ്പുറത്ത് കാണുന്നത് കണ്ടില്ലേ, ഇത് നമ്മുടെ ഫ്രഞ്ച് കോളനി. ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ പോണ്ടിച്ചേരി വന്ന.
അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഗംഭീര വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം കേട്ടോ.